നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആരാണ് ദിമാഗി നക്സൽ? സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിമാഗി നക്സൽ എന്ന പ്രയോഗം ഉപയോഗിച്ചത്. ആയുധധാരികളായ നക്സലുകളെ അവസാനിപ്പിച്ചെന്നും എന്നാൽ നക്സൽ ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്ന ബൗദ്ധിക ശക്തികളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് മോദി ഉപയോഗിച്ച അർത്ഥത്തിൽ ദിമാഗി നക്സൽ ഒരൗദ്യോഗിക സംഘടനയുടെ പേരല്ല. അർബൻ നക്സൽ എന്ന രാഷ്ട്രീയ പ്രയോഗവുമായി സാമ്യമുള്ള നക്സൽ മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് ബൗദ്ധിക പിന്തുണ നൽകുന്നവരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച രാഷ്ട്രീയ വിശേഷണമാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ദിമാഗി നക്സൽ പാർട്ടി എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് രൂപപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് 6 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സിനെ നേടി. ഇവിടെയാണ് രാഷ്ട്രീയമായി കൗതുകമുള്ള കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചത് ദിമാഗി നക്സൽ എന്ന്. പക്ഷേ ആ വിളിപ്പേരേറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു രാഷ്ട്രീയ ഐഡന്റിറ്റി. പാർട്ടിയില്ല, കൊടിയില്ല, നേതാവില്ല. പക്ഷേ ഫോളോവേഴ്സ് ഉണ്ട്, പിന്തുണയുണ്ട്, രാഷ്ട്രീയ പരിഹാസമുണ്ട്. മോദിയുടെ ഒരു പരാമർശം തന്നെ ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് വിത്തിട്ടു. പാറ്റ പാർട്ടി മാതൃകയിൽ മീമുകളിൽ നിന്ന് രാഷ്ട്രീയം, സോഷ്യൽ മീഡിയയിൽ നിന്ന് സംഘടന, സംഘടനയിൽ നിന്ന് ബദൽ രാഷ്ട്രീയം. ഇത് വെറും ട്രോൾ രാഷ്ട്രീയമല്ല. പരമ്പരാഗത പാർട്ടികളോട് മടുത്ത പുതുതലമുറയുടെ പ്രതിഷേധ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയോ ദിമാഗി നക്സൽ പാർട്ടി. ആരാണ് ദിമാഗി നക്സൽ? പുതിയ ബദൽ രാഷ്ട്രീയത്തിന്റെ വിത്താണോ ഇത്? ഇത് പാറ്റ പാർട്ടി മോഡലാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിമാഗി നക്സൽ എന്ന് പ്രയോഗിച്ചത് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്തിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശക്തമായ വിമർശനം ഉന്നയിച്ചതാണ്. ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്ന് പി ചിദംബരം പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇതേക്കുറിച്ചുള്ള വ്യക്തതയും നൽകിയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കാത്തവരും വിഘടനവാദികൾക്ക് പ്രോത്സാഹനം നൽകുന്നവരും മാവോയിസ്റ്റ് ആശയഗതികളെ പിന്തുടരുന്നവരും ഇവരൊക്കെയാണ് ദിമാഗി നക്സൽ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കൗതുകകരമായ മറ്റൊരു കാര്യമാണ് ഇതിനിടയിൽ സംഭവിച്ചത്. ദിമാഗി നക്സൽ പാർട്ടി എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ പേജ്, ഇൻസ്റ്റഗ്രാം പേജ് രൂപപ്പെട്ടു. ഇപ്പോൾ അതിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 6 ലക്ഷത്തിന് തൊട്ടടുത്താണ്. ഓരോ നിമിഷവും ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നു. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ മോഡലിൽ തന്നെയാണ് ദിമാഗി നക്സൽ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജും മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ കൗതുകമായി മാറുന്നത്. അതായത് പാറ്റ പാർട്ടിയുടെ അതേ വഴിയിൽ തന്നെയാണോ ദിമാഗി നക്സൽ പാർട്ടിയുടെ വരവ് എന്നുള്ള കാര്യമാണ്. ഇതാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ MS വേണുഗോപാൽ, ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ MS വേണുഗോപാൽ, എങ്ങനെ കാണുന്നു ഇതിനെ? നേരത്തെ CJPയുടെ വരവ് ഇതേ രീതിയിൽ ചർച്ച തുടങ്ങിയതാണ്. അന്ന് എന്താണ് CJP എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. അതെവിടെ വളരും എന്ന കാര്യത്തിലും വ്യക്തതയില്ലായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ വഴി തേടുന്നത് അത് എവിടെ വരെ പോകുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു കേന്ദ്രമന്ത്രിയുടെ രാജിയിലാണ് അത് വന്നു നിൽക്കുന്നത്. അപ്പോൾ അതേ മാതൃക പിന്തുടരുകയാണല്ലോ ഈ ദിമാഗി നക്സൽ പാർട്ടി. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ച ഈ ദിമാഗി നക്സൽ ആരാണ് എന്നുള്ള ചർച്ച തുടങ്ങിയ അതേ നിമിഷം തന്നെ ഈ പാർട്ടി സോഷ്യൽ മീഡിയ രൂപം കൊള്ളുകയും ചെയ്തു. ഞാൻ ഈ പാറ്റ സമരം തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പരാമർശമായതുകൊണ്ട് ഇത് അധിക നാൾ പോകാൻ വഴിയില്ല, അല്ലെങ്കിൽ അധികം അറ്റാക്ക് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ വായിൽ നിന്നാണ് വീണതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ മുഴുവൻ കത്തിക്കാവുന്ന ഒരു സാധനമായിട്ട്, വേണമെങ്കിൽ വിദേശത്തും കൊണ്ടിറക്കാവുന്ന ഒരു സാധനമായിട്ട് വന്നേനെ എന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് അന്ന് വന്നില്ല. ഈ 80ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ചെങ്കോട്ടയിൽ നിന്ന് എന്തായാലും നരേന്ദ്രമോദി അവർക്ക് ഒരു ഇര കിട്ടുന്ന വിധത്തിലൊരു പരാമർശം നടത്തി. അതാണ് ഈ ദിമാഗി നക്സൽ. ഈ ദിമാഗി നക്സൽ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. നരേന്ദ്രമോദി ഒരു കാര്യം പറയുന്നെങ്കിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ത്യയിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മുഴുവൻ റിപ്പോർട്ടുകളും കയ്യിലുണ്ട്. ഇപ്പോൾ നക്സലുകൾ എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ ആയുധ ഏന്തിയ നക്സലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. 2018 126 ജില്ലകളിൽ നക്സൽ ബാധിത പ്രദേശങ്ങളായിരുന്നു. അത് 2022 അത് 80ഓളമായിട്ട് കുറഞ്ഞു. 2025 അത് വെറും 8 കുറഞ്ഞു. 2026
ആയുധധാരികളായ നക്സലുകളുടെ അല്ലെങ്കിൽ നക്സൽ ബാധിത ജില്ല എന്ന് പറയുന്നത് 0 ആയി തീർന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിനേക്കാൾ വലിയ ശക്തികൾ ഇനിയും ഇവിടെ നിലനിൽപ്പുണ്ട്. അതായത് ആയുധധാരികളായിരിക്കില്ല അവർ ബുദ്ധിയെയാണ് ആയുധമാക്കാൻ ഉദ്ദേശിച്ചത്. അതാണ് ദിബാങ്കി എന്ന് പറയുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ബുദ്ധി ആയുധമാക്കിക്കൊണ്ട് ഇന്ത്യയെ വിഭജിക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യും. അതായത് ഞാൻ മുമ്പും പാറ്റ സമരത്തിനും പറഞ്ഞതാണ്, അതിൻ്റെ പിന്നിൽ കഴ്സൺ പ്രഭുവിൻ്റെ ഒരു പ്രേതബാധ ഉണ്ട്. കഴ്സൺ പ്രഭുവിൻ്റെ ഒരു നോട്ട് വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യക്കാർ ഒന്നിച്ചു നിന്നാൽ അവരെ പിടികൂടുക പ്രയാസമാണ്, ഇന്ത്യക്കാർ വിഭജിച്ച് നിന്നാൽ അവരെ കീഴടക്കാൻ എളുപ്പമാണ്. അന്ന് മുതൽ തുടങ്ങിയ ഈ വിഭജന തന്ത്രം സ്വാതന്ത്ര്യസമരത്തിന് ശേഷവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല വിധത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞു, ഈ അർബൻ നക്സൽ എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. പക്ഷേ ആരാണ് അർബൻ നക്സൽ എന്നതിനെക്കുറിച്ച് പാർലമെന്റിൽ പോലും ഇത് ഒന്ന് നിർവചിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് പ്രത്യേക നിർവചനമില്ല എന്നുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ പ്രത്യേകിച്ച് നിർവചനമില്ലാത്ത ഈ ദിമാഗി നക്സൽ എന്നുള്ള പുതിയ പ്രയോഗം പ്രധാനമന്ത്രി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള ഒരു പരിഹാസ രൂപേണ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ദിമാഗി നക്സൽ പാർട്ടി എന്ന രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാണ് പിന്തുണ കിട്ടുന്നത്. അയ്യപ്പണി സാറിൻ്റെ കവിത പോലെയാണ്, വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ആർഗ്യൂ ചെയ്യാണ്. ഇപ്പം തിരിച്ചാണ്, വെറുമൊരു രാജ്യദ്രോഹിയായ എന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചോളൂ, വെറുമൊരു മതവാദിയായ എന്നെ തീവ്രവാദി എന്ന് വിളിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ദിബാങ്കി നക്സൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭൂഷണമാണ് എന്ന് പറയുന്ന ഒരു പുതിയ സംഗീതം ഉണ്ടാക്കിയിരിക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേശദ്രോഹികളാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ദേശദ്രോഹികൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ സംഭാഷണം. അദ്ദേഹം പകുതി പറഞ്ഞു വിട്ടിരിക്കുന്നത് അതിനാണ്, ബാക്കി നിങ്ങൾക്ക് പറയാം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. FCRA എന്ന് പറഞ്ഞ ഒരു സാധനം പാർലമെൻറ്റിൽ വരാതിരിക്കാൻ പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും ഒരുപോലെ, പുറത്ത് പാറ്റകൾ അകത്ത് ഈച്ചകൾ, അങ്ങനെ ഭംഗിയായ ഒരു സമരമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ സമരം പാർലമെൻറ്റിൻ്റെ 17 ദിവസവും മിണ്ടാൻ സമ്മതിക്കാത്ത വിധത്തിൽ കൊണ്ടുപോയി. അതായത് FCRA ബില്ലിനെ കുറിച്ച് ചർച്ച വരരുത്, ഡീലിമിറ്റേഷനെ കുറിച്ച് ചർച്ച വരരുത്. ഈ 2 കാര്യങ്ങളാണ് ഇതിന്. ഇപ്പം മുമ്പ് പ്രതിപക്ഷത്തിനെ മാത്രം പിടിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു. കർഷക സമരമായാലും മറ്റ് വോട്ട് ചോരിയായാലും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും പിടിച്ച് കാര്യങ്ങൾ നടത്താമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ UP 403 സീറ്റിൽ 2 സീറ്റാണ് കോൺഗ്രസ്സിന്. വെസ്റ്റ് ബംഗാളിൽ 294-ൽ 2 സീറ്റാണ് കോൺഗ്രസ്സിന്. മഹാരാഷ്ട്ര 288 സീറ്റുള്ള മൂന്നാമത്തെ സംസ്ഥാനത്ത് 16 സീറ്റാണ് MLA മാർ. ബീഹാറിൽ 243-ൽ 6 സീറ്റ്. തമിഴ്നാട്ടിൽ 243-ൽ 5 സീറ്റ്. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സീറ്റുകൾ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കുമുള്ള 5 സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 4-ലും BJP ആണ് ഭരിക്കുന്നതെന്ന് മാത്രമല്ല, അവിടെയും BJP ഭരിക്കാത്തിടത്തും ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ആയിരിക്കുന്നു. അപ്പോൾ ഡിവൈഡ് ആൻഡ് തമിഴ്നാട്ടിലെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. തമിഴ്നാട്ടിലും 5 സീറ്റേ ഉള്ളന്നേ. പ്രധാന പ്രതിപക്ഷത്തിന് 5 സീറ്റേ ഉള്ളൂ. അത് ജൻസികൾ അടക്കമുള്ളവരുടെ ഒരു മുന്നേറ്റമായിട്ട് നമുക്കതിനെ കാണാം. അതുകൊണ്ടാണ് അതായത് 1462 സീറ്റിൽ 31 സീറ്റ് മാത്രമാണ് MLA മാർ മാത്രമാണുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ വന്നേ പറ്റൂ. അതിന് ഏറ്റവും പറ്റിയ സാധനം FCRA ആണ്. FCRAയിൽ പിടി വീണാൽ ഇവിടുത്തെ ഒരുപാട് പേർക്ക് പ്രശ്നം വരും. 33,000-ഓളം NGOs ഇപ്പോൾ 16,000-17,000 മാറിയിട്ടുണ്ട്. അത് കാണിക്കുന്നത് വ്യാജന്മാരായ ഈ വിദേശ പണം തട്ടുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു, അവരുടെ കഴുത്തിൽ പൂട്ട് വീണിരിക്കുന്നു. അതായത് 33,000 പേര് 100 പേരെ ഇറക്കിയാൽ 3,30,000 പേരെ ഒരു സമരത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള സജ്ജീകരണമുണ്ട്. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അത് 3 എന്നുള്ളത് 3 ലക്ഷം എന്നുള്ളത് 30 ലക്ഷമോ 300 ലക്ഷം ഒന്നും ആക്കുന്നതിന് വിഷമമില്ല. അതായത് കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ അതേ പാതയിൽ സംഘടിപ്പിക്കുവാൻ ഇവർക്ക് കഴിയും. ശ്രീ മോഹൻ വർഗീസ്, ഒരു തവണ ചൂടറിഞ്ഞതാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ മോദിയുടെ പരാമർശം തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്ക് വിത്തിട്ടിരിക്കുകയാണ്. ശരിയാണ്, ഇത് പ്രതിപക്ഷ പാർട്ടികൾക്ക് അലോസരമുണ്ടാക്കുന്നതാണ്. ഇവരെങ്ങാനും തെരുവിലേക്ക് ഇറങ്ങിയാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരെ പിന്തുണയ്ക്കേണ്ടിയും വരും. ഇത് ജൻസികളുടെ മറ്റൊരു വിപ്ലവം അല്ലെങ്കിൽ മറ്റൊരു മൂവ്മെന്റ് എന്ന രീതിയിൽ തന്നെ കാണാമല്ലോ അല്ലേ ഈ പറയുന്ന ഏതാണ് ദിമാഗി നക്സൽ പാർട്ടി? ഞാൻ ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ
ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ സാധിക്കുന്നില്ല. BJP പെർസ്പെക്റ്റീവിലോ കോൺഗ്രസ് പെർസ്പെക്റ്റീവിലോ ഈ വിഷയം കണ്ടാൽ ശരിയാവില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം ഇതൊരു സിംറ്റമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്നതൊരു മാനിഫെസ്റ്റേഷനാണ്. ഒരു ഉള്ളിലുള്ള ഒരു വിഷയത്തിൻ്റെ, അതായത് ഒരു ഇന്നേറ്റ് ഇഷ്യൂ, അത് വളരെ ഉള്ളിലാണ്. ഒരു അസംതൃപ്തി ഉണ്ട് ഇവിടെ. പൊതുവേ ഉണ്ടാകുന്ന ഒരു അസംതൃപ്തി പ്രകടിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രതിഷേധം സ്വാഭാവിക സാമ്പ്രദായിക മാർഗം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്നു. സിസ്റ്റം ഇത്തരം പ്രതിഷേധങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെയെങ്കിൽ ജെൻസി, ഇന്ത്യയിലെ പുതിയ തലമുറ പുതിയ മാർഗങ്ങൾ തേടുകയാണ്. അവർ രാജ്യവിരുദ്ധരോ ദേശദ്രോഹികളോ ഒന്നുമല്ല. നാളത്തെ ഭാരതമാണ്, ഭാരതത്തിൻ്റെ യുവശക്തിയാണ്. അവരെ വേണ്ട പോലെ കേൾക്കാൻ പ്രതിപക്ഷങ്ങളോ ഭരണപക്ഷമോ തയ്യാറായില്ല എങ്കിൽ പ്രതിഷേധത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നു. അങ്ങനെയാണ് സറ്റയറുകൾ ഉണ്ടാകുന്നത്. പൊളിറ്റിക്കൽ സറ്റയറാണ്. അതാണ് സോഷ്യൽ മീഡിയ എന്ന ആയുധമെടുത്ത് അവർ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വിളിച്ചു. ഇപ്പോഴിതാ പുതിയ ഒരു മൂവ്മെൻറ്റ്, ദിമാഗി നക്സൽ പാർട്ടി. അപ്പോൾ എന്താണോ നിഷിദ്ധം, നക്സലിസം എന്ന വാക്ക് അത്ര ഒരു സേവറി വാക്കല്ല. അതൊരു ദേശവിരുദ്ധ ഇതാണ്. ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, ആയുധമെടുത്തുകൊണ്ട് പോരാടി വ്യവസ്ഥയെ അട്ടിമറിക്കാൻ കോപ്പുകൂട്ടുന്നവർ, അതാണ് നക്സലുകളെക്കുറിച്ച് 1967 നക്സൽ ബാരി മൂവ്മെൻറ്റ് മുതലുള്ള നക്സലുകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇന്നും രാജ്യം അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് മുഖ്യധാരാ ശക്തികളല്ല. അതുകൊണ്ട് ഒരു റാഡിക്കൽ ലെഫ്റ്റ് വിങ്ങേഴ്സ് കുറച്ചുകൂടിയൊക്കെ മെലോ ഡൗൺ ചെയ്ത് ജനാധിപത്യ പ്രക്രിയ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ ഇവിടെ ജെൻസി ജനാധിപത്യ പ്രക്രിയ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ വിത്ത് എ റിമാർക്കബിൾ ഡിഫറൻസ്. അതവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനിയുമാണ് എന്തുകൊണ്ട് നക്സൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻ്റലക്ച്വൽ, ദിമാഗി എന്ന വാക്കിൻ്റെ ഒരു പരിഭാഷ ഒന്നുകിൽ സെറിബ്രൽ എന്നാണ്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എന്നാണ്. ബൗദ്ധികമായ ഒരു കാര്യമാണ്. ഇനി നോക്കൂ, എന്താണ് ഈ പറയുന്ന ആളുകൾ ലോകത്തോടായി, രാജ്യത്തോടായി, ഈ ജനങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? അതുകൂടി മനസ്സിലാക്കിയില്ല എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായി എന്ന് മനസ്സിലാവില്ല. നോക്കൂ, ഹിറ്റ്ലറുടെ നാസിസമാകട്ടെ, ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസമാകട്ടെ, സ്റ്റാലിൻ്റെയും ലെനിൻ്റെയും കമ്മ്യൂണിസമാകട്ടെ, കോമൺ പ്രിൻസിപ്പിളാണ് റെപ്യൂഡിയേഷൻ ഓ റിജക്ഷൻ ഓഫ് റീസൺ. യുക്തിയെ നിരാകരിക്കുക. അതായത് തത്വത്തിൽ ഏത് ഏകാധിപത്യ ഘടനകളും ആൻറ്റി ഇൻ്റലക്ച്വലാണ്. ഇൻ്റലക്ച്വൽസിനെയാണ് അവർ ഭയപ്പെടുന്നത്. അവരൊരിക്കലും വർക്കേഴ്സിനെ അല്ല ഭയപ്പെടുന്നത്, അവർ പണക്കാരെ അല്ല ഭയപ്പെടുന്നത്. അവർ ഭയപ്പെടുന്നത് തലയിൽ ആൾതാമസമുള്ള ഇൻ്റലക്ച്വൽസിനെയാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ പറഞ്ഞല്ലോ, ഇൻ്റലക്ച്വൽസ് നമുക്ക് വേണ്ട, യു റെപ്യൂഡിയേറ്റ് റീസൺ വെച്ചുകൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടാവില്ല. പാർലമെൻറ്റ് ഇസ് നത്തിങ് ബട്ട് മിയർ ടോക്കിംഗ് ഷോപ്സ്. വെറുതെ ചളമുള്ള വർത്തമാനം പറയാവുന്ന ടോക്കിംഗ് ഷോപ്സ് മാത്രമാണ് പാർലമെൻറ്റ്. ബൗദ്ധികമായ ഡിബേറ്റുകൾക്ക് അടിസ്ഥാനമില്ല. ദേശീയതയ്ക്ക് ഒരു തീവ്ര രൂപമുണ്ട്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ആ ഒരു ചിന്താഗതി യുവജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നു, ഞങ്ങൾ അഭിമാനിക്കുന്നു, ഇൻ്റലക്ച്വൽസ് എന്ന രീതിയിൽ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അവർ ഇതിൻ്റെ ആശയമെടുത്തത് എവിടെ നിന്നാണ്? ഒരു സർക്കാസ്റ്റിക് ഒരു ഫീലാണിത് ശ്രീ മഞ്ജുഷ്. യഥാർത്ഥത്തിൽ 2014 ഈ ഭൂതത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടത് മറ്റാരുമല്ല, ഒരു കോൺഗ്രസ്സുകാരനാണ്. മയിലാടുംതുറയിലെ ഒരു കോൺഗ്രസ് നേതാവാണ്, MP ആയിരുന്നു, മണിശങ്കർ അയ്യരാണ് ഒരു വിടുവ പറഞ്ഞത്, ചായ എന്ന വാക്ക് പറഞ്ഞത്. AICC ഓഫീസിൽ ചായ കൊടുക്കാനുള്ള ഗ്രേഡ് മാത്രമേ ശ്രീ നരേന്ദ്രമോദിക്കുള്ളൂ. അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അതിൽ നിന്നാണ് ഒരു സറ്റയർ രൂപപ്പെടുന്നത്. ചായ്പ ചർച്ച ഉണ്ടാകുന്നു. അടിസ്ഥാന വർഗത്തിൻ്റെ മോചകനായി നരേന്ദ്രമോദി അവതരിപ്പിക്കപ്പെടുന്നു. ഗവ്വല ആയി, അല്ലെങ്കിൽ പീഡിതനായി, അല്ലെങ്കിൽ സാധാരണക്കാരനായി, OBC ആയി അവതരിപ്പിക്കപ്പെടുന്നു. ഒന്നാന്തര മാർക്കറ്റാണ്. അവിടെ ഒരു സാധ്യത കണ്ടു. ജെൻസി കാണുന്ന സാധ്യതയും അത് തന്നെയാണ്. എന്താണോ രാജ്യം വെറുക്കുന്നത്, എന്താണോ ഭരണകൂടം വെറുക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ ഭരണകൂടം ആശങ്കയോടെ കാണുന്നത്, ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. അത് ചീഫ് ജസ്റ്റിസ് ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്, കോക്രോച്ച് എന്ന് പറഞ്ഞുവെങ്കിൽ അതൊരു ത്രെഡായി എടുത്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അപ്പോൾ അതിൻ്റെ അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ മോദി പറഞ്ഞതിൻ്റെ അതേ കാര്യം തന്നെ, അതേ വാക്ക് തന്നെ എടുത്തുകൊണ്ട് ഒരു പാർട്ടി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഒരു ദിമാഗി നക്സലാണോ? നമ്മുടെ നാട്ടില് ദിമാഗി നക്സൽസും ഉണ്ട്, ദിമാഗി നാസികളും ഉണ്ട്. രണ്ടുപേരും ഒരേപോലെ ഉണ്ട്. അർബൻ നക്സലുകൾ ഉണ്ടെങ്കിൽ അർബൻ നാസികളും ഉണ്ട്.
അപ്പോ തീവ്ര വലതും തീവ്ര ഇടതും ഉണ്ട്. മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് പുനരാവിഷ്കരിക്കുന്നവരും മഹാത്മാഗാന്ധിയെ കൊന്നതിനെ ന്യായീകരിക്കുന്നവരും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് നമ്മൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിച്ചിട്ട് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ അവിടെ ശ്രീ MS വേണുഗോപാൽ സാർ പറയുന്നത് കേട്ടു, പുറത്ത് പാറ്റകൾ അകത്ത് ഈച്ചകൾ. ഇന്ത്യയുടെ പ്രതിപക്ഷത്തെയാണോ ഈച്ചയെന്ന് വിളിക്കുന്നത്? എത്രമാത്രം മോശകരമായ ഒരു പ്രയോഗമാണിത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷം രാജ്യത്തിന്റെ ആവശ്യമാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ BJP പ്രതിപക്ഷമാണ്, എത്രയോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും CPM അല്ലെങ്കിൽ ആപ്പും അടക്കമുള്ള 17 ദിവസം ഒരിടത്ത് ഇരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, 17 ദിവസം പാർലമെന്റ് കൂടിയിട്ട് ഒരു ദിവസം പോലും ഇരുന്നില്ല. ഈച്ച ഡിസ്കഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് ഈച്ചകൾ എന്ന് പറഞ്ഞു പോയതാണ്. അത് വേണമെങ്കിൽ തിരിച്ചെടുത്തേക്കാം. ഈച്ചകൾ എന്ന് പറഞ്ഞത് ഒറ്റ കാരണമാണ്, പറന്ന് നടക്കാതെ അവിടെ ഒരു കാര്യം ചെയ്യാൻ അവർ തയ്യാറായില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ ഒന്ന് 5 മിനിറ്റ് ഇരുന്ന് തരാമോ? ഇല്ല, അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈച്ച എന്ന് പറഞ്ഞത്. അല്ലാതെ നിസാരന്മാരെന്നുള്ള അർത്ഥത്തിലല്ല. ഇന്ത്യയിലെ പാർലമെന്റിലുള്ളവർ നിസാരന്മാരെന്നുള്ള അർത്ഥത്തിലല്ല. അവിടെയാണ് രണ്ട്. ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ ജനാധിപത്യ ബോധമുള്ളവർ എതിർസ്വരങ്ങളെ ബഹുമാനത്തോടെ തന്നെ കാണൂ. നേരത്തെയും ശ്രീ വേണുഗോപാൽ സാറിനെ പോലുള്ളവർ പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ RSSന് അഭിപ്രായമുണ്ടോ? പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി വളരെ ഓപ്പണായി വന്ന് താൻ ജെൻസിയോടൊപ്പമാണെന്ന് പറയുകയല്ലേ ചെയ്തത്. നരേന്ദ്രമോദിജി അവരോട് എൻഗേജ് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ RSSന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലടക്കം ഈ മൂവ്മെന്റിനെ ബഹുമാനത്തോടെ അല്ലേ കണ്ടത്. അങ്ങനെയല്ലേ മോദിജിയെക്കാൾ പക്ഷെ അതിന്റെ പിന്നിലെ ശക്തികളെ അവര് തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഒരു എന്തൊക്കെ ദുഷ്പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ അതിന്റെ പിന്നിൽ ഒരു അനാശാസ്യ പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? അതിനെ എതിർക്കുന്നവരാണ് ക്ഷുദ്രശക്തികൾ. യഥാർത്ഥത്തിൽ അവർക്ക് ഫോറിൻ ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമിത്ഷാ രാജിവെക്കണം, അജിത് ഡോവൽ രാജിവെക്കണം. പിന്നെ അവരുടെ പണി എന്താ? ഈ രാജ്യത്തിലേക്ക് അങ്ങനെ വിദേശ പണം ഒഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ അമിത്ഷാ അജിത് ഡോവലിനെ കാശ് കൊടുത്തിരിക്കുന്നത് എന്തിനാ? ഇന്ത്യയുടെ പണി എന്താ? അപ്പൊ അതിന് കഴിവില്ലെങ്കിൽ പിന്നെ ഭരണം അത് നിർത്തലാക്കാൻ ശ്രമിക്കുന്നതല്ലേ ചെയ്യുന്നത്? അത് നിർത്തലാക്കാൻ ശ്രമിക്കുന്നതാണോ കുഴപ്പം? എന്നാ മോഹൻ ഭാഗവത് അടക്കമുള്ളവർക്ക് അഭിപ്രായം ഉണ്ടോ? ഗവൺമെന്റിന്റെ ഔദ്യോഗിക രാഹുലെ, താങ്കൾ ദിമാഗി നക്സൽ എന്ന പ്രയോഗത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ദിമാഗി നക്സൽ ഈ പ്രയോഗത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? അത് വ്യക്തമായ നിർവചനം ആവശ്യമുണ്ടോ? അല്ല, വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സർക്കാസ്റ്റിക് റെസ്പോൺസ് ആണ്. അത് സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പരിഹാസ രൂപയുടെ അല്ല കേട്ടോ പറഞ്ഞത്. അല്ല, ശ്രീ മോഹൻ വർഗീസ് പറയുന്നത് പോലെ അതൊരു റിയാക്ഷൻ ആണ്. ആ റിയാക്ഷനെ മെയിൻ സ്ട്രീം ചെയ്യണ്ടേ? ദിമാഗി നക്സൽ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അവർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായ ഭഗത് സിംഗ് ഇടതുപക്ഷക്കാരനായിരുന്നു. പക്ഷേ വലതുപക്ഷക്കാരനായ ലാലാ ലജപത് റായുടെ കൊലപാതകത്തിനോ മരണത്തിനോ പ്രതികാരം ചോദിക്കാനാണ് ഭഗത് സിംഗ് പോകുന്നത്. 23 വയസ്സിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഭഗത് സിംഗ്, ഈ നാടിന്റെ അഭിമാനമായ ഭഗത് സിംഗിനെ അല്ലേ അവർ വെച്ചിരിക്കുന്നത്? താഴെ വന്ദേ മാതരമല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പോ ഈ എതിർ സ്വരങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രയോഗത്തെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ എന്നാണ്. ദിമാഗി നക്സൽ ഇല്ല. നരേന്ദ്രമോദിജി മുമ്പ് അർബൻ നക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് രാഹുൽ ഗാന്ധി കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറഞ്ഞപ്പം പ്രധാനമന്ത്രി അർബൻ നക്സലുകൾ എന്ന സ്വരം അന്ന് ഉയർത്തിയിട്ടുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞ് നരേന്ദ്രമോദിജി തന്നെ കാസ്റ്റ് സെൻസസിന് അനുകൂലമായല്ലോ, അവർ കാസ്റ്റ് സെൻസസിനെ അംഗീകരിച്ചല്ലോ. അപ്പൊ മോദിജി അർബൻ നക്സലായോ? അപ്പൊ ഈ നക്സൽ അടക്കമുള്ള വാക്കുകൾ ചില പ്രയോഗങ്ങളുടെ ഭാഗമായി തീവ്ര ഇടതിനെ സൂചിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ തിരിച്ചതേപോലെ അർബൻ നാസികളും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ, അതായത് മോദിജി എനിക്ക് ഇഷ്ടമാണ്, ആദരവാണ്, പക്ഷെ മോദിജിയുടെ ഭരണത്തിൽ MP ആയിരുന്ന സാധ്വി പ്രഗ്യ ഗാന്ധിജി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന തീവ്രവാദിയായ ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞ അവരെ പോലുള്ളവർ അർബൻ നാസികളാണ്, അല്ലെങ്കിൽ ദിമാക്കി നാസികളാണ്. അല്ലെങ്കിൽ അനന്തകുമാർ ഹെഡ്ഗെ എന്ന് പറയുന്ന കർണാടകത്തിലെ BJPയുടെ MP, അദ്ദേഹത്തിനോട് എക്സ്പ്ലനേഷൻസ് ഒക്കെ BJP ചോദിച്ചു ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തെ തള്ളി പറഞ്ഞപ്പോ. അപ്പൊ യഥാർത്ഥത്തിൽ തീവ്ര വലതുമുണ്ട്, തീവ്ര ഇടതുമുണ്ട്. അപ്പൊ അവിടെയാണ് ഇവരെ ആരെയും രാജ്യദ്രോഹി, പ്രത്യേകിച്ച് ഈ യങ്സ്റ്റേഴ്സിനെ ആരെയും രാജ്യദ്രോഹി ഇവിടെ അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എന്താണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ആർട്ടിക്കിൾ 370 അനുകൂലിക്കുന്നവർ, വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, അതാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദിമാഗി നക്സൽ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ കൂട്ടായ്മ വരുമ്പോൾ അവരും ഈ പറയുന്ന പോലെ ഈ വിഘടനവാദത്തെ അനുകൂലിക്കുന്നവരായി മാറുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ദേശദ്രോഹം എന്നുള്ള വാക്കുകൾ വരുന്നത്. അതെങ്ങനെയാണ് ഈ വിഘടനവാദത്തെ അനുകൂലിക്കുന്നത്? സെഡീഷൻ കേസ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്കെതിരെയാണ്. ഇന്ത്യയിലെ ആദ്യ സെഡീഷന്റെ റോങ് യൂസേജ് ഉണ്ടാകുന്നത്.
ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് ഇന്ന് നമ്മൾ അഭിമാനത്തോടെയാണ് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചർച്ചിൽ ആക്ഷേപ രൂപേണ പണ്ടത്തെ ലോയർ ഇന്നൊരു അർത്ഥനഗ്നനായ ഫക്കീറായി മാറി. ദ സെഡീഷ്യസ് ഇന്നർ ടെമ്പിൾ ലോയർ എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊന്നും ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന വേർഡുകളല്ല, പകരം വളരെ ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കേണ്ടതാണ്. ഇവരുടെ ആശയത്തോട് യോജിക്കാം, പക്ഷേ സർസംഘചാലകായ മോഹൻ ഭഗവത്ജി എന്ന് പറയുന്നത് പോലെ അവരോട് എൻഗേജ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. താങ്കൾ പറയുന്നത് ഇതൊരു യുവാക്കളുടെ കൂട്ടായ്മ, ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ തന്നെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന ദിമാഗി നക്സൽ പാർട്ടി എന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം പേജ്. അത് സംശയമില്ല. ഇനി അവരുടെ നിലപാടുകൾ അറിയാം, അവരുടെ പൂർണ്ണമായ നിലപാടുകൾ വന്നിട്ടൊന്നും അറിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയും ഇതേപോലെ പറഞ്ഞത്. എന്തിന്? മോഹൻലാലിന്റെ മകളെ പോലും, മോഹൻലാലിന്റെ മകൾ പുതിയൊരു സിനിമ തുടങ്ങുമ്പോൾ അവരെ പോലും രാജ്യദ്രോഹി എന്നും ജിഹാദി എന്ന് വിളിച്ച തീവ്ര ഗോഡ്സേവാദികൾ ഈ നാട്ടിലുണ്ട്. അപ്പം ഗോഡ്സേവാദികളെ കാണാതെ ഒരു ഭാഗത്തെ തീവ്രതയെ മാത്രം കാണുമ്പോഴാണ് അതിൽ വിമർശനം വരുന്നത്. കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണോ CJP വളർന്നത് അതേ പാതയിൽ തന്നെയാണ് അവര്. രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ വളർച്ച കൂടുകയുള്ളൂ. അല്ല, ഇതിപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം ചിദംബരം മാത്രമല്ല, കെജ്രിവാളും പറഞ്ഞു ഞാനും ദിവാങ്കി നക്സലാണെന്ന്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഞങ്ങളെല്ലാം ഇതിനോടൊപ്പം നിൽക്കുന്നു, ഇത് അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പിള്ളേർ ഇത് ചെയ്യട്ടെ എന്നാണ്. പിള്ളേർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ വേറെ. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴച്ച് പറയേണ്ട കാര്യമില്ല. ഇത് കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് എവിടെ കൂട്ടിക്കുഴച്ചത്? എവിടെയാണ് കൂട്ടിക്കുഴച്ചത് എന്ന് പറയുന്നത്, ഈ 2 ബില്ലുകൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടരുത്. ഒന്ന് FCRA വന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പ്രയോഗത്തിൽ നിന്ന് മാത്രം ഉടലെടുത്തതാണ്. ആ പ്രയോഗം ഞാൻ പറഞ്ഞു, ഇത് കാത്തിരിക്കുകയായിരുന്നു. അതായത് പാർലമെന്റ് കൂടുന്നതിന് മുമ്പായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് വേറൊന്നും കിട്ടിയില്ല. അമിത്ഷായുടെ വായിൽ നിന്നും മോദിയുടെ വായിൽ നിന്നും കിട്ടിയില്ല. കിട്ടിയത് ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്നാണ്. എന്നാൽ അത് വെച്ചിട്ടൊരടി അതടിച്ചു. അത് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ അന്ന് ഇവിടെ യുവാക്കൾ നേരിടുന്ന വലിയ പ്രശ്നമുണ്ടായിരുന്നു, നീറ്റ്. ആ പ്രശ്നം എപ്പോഴാണ് ആ നീറ്റ് പരീക്ഷയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞപ്പോഴാണ് സമരം തുടങ്ങിയത്. അപ്പോൾ ഇത് അതുവരെ എവിടെ പോയിരുന്നു? അപ്പോൾ ഇതെല്ലാം ഓരോ കാത്തിരിക്കുന്ന തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴ്സൺ പ്രഭുവിൻ്റെ ബുദ്ധി വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അന്ന് 560 നാട്ടുരാജ്യങ്ങൾക്ക് കപ്പം കൊടുത്ത് ഇന്ത്യയെ വിഭജിച്ച് നിർത്താനായിട്ട് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ ചെറിയ യുവാക്കളുടെ ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആരുടെ ബുദ്ധി എന്നാണ് താങ്കൾ പറയുന്നത്? കൂട്ടായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അവരുടെ പ്രശ്നങ്ങൾ നിരാശരായ ഒരു വിഭാഗത്തിൽ അവരുടെ രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. കാരണം ഇത്തരത്തിലൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയെ കഴിയുന്നില്ല? ഇവിടുത്തെ നിരാശരായ ജനങ്ങളെ രാഷ്ട്രീയ പാർട്ടികളല്ലേ സംഘടിപ്പിക്കേണ്ടത്? അവർക്ക് കഴിയുന്നില്ല. അവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർ പിക്ചറിൽ നിന്ന് മാറിയതായി ഈ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തു നിന്നും സാമ്പത്തിക സഹായം നൽകുന്നവർക്ക് ബോധ്യമായി. അവരിപ്പോൾ ഒരു പ്രക്ഷോഭവും ഈസി ആയിട്ട് സംഘടിപ്പിക്കാൻ കഴിയില്ല. അതിന് വലിയ പണം ആവശ്യം. മോഹൻ വർഗീസ് FCRAയുമായിട്ടാണ് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത്. കാരണം FCRA ബില്ല് വരുന്നതോടുകൂടി ഈ വിദേശത്ത് നിന്നുള്ള ഈ പണമിടപാടിൽ നിയന്ത്രണം വരും. അപ്പോൾ അതാണ് പ്രതിപക്ഷത്തിന് വിനയായി വന്നത്, അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്ക് വിനയായി വന്നത്. അതിലൊരു കാര്യം കൂടെ എനിക്ക് പറയാൻ അവസരം തന്നെ. അതായത് FCRA കഴിഞ്ഞ പാസ്സായിട്ടില്ല. പാസ്സാവണ്ട. ഇപ്പം നിലവിലുള്ളത് വെച്ച് തന്നെ 2024 22,000 കോടി ഇന്ത്യയിൽ വന്നു. 22,000 കോടി ആരുടെ കയ്യിലാണ് പോയതെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്ത്യൻ സഭകൾക്ക് മാത്രമല്ല, മറ്റ് പലർക്കും പോയതിൽ ഈ NGOs എന്ന് പറയുന്ന ചില ഈ ബുദ്ധിജീവികളുണ്ടല്ലോ, ഇൻ്റലക്ച്വൽസ് എന്ന് വിളിക്കുന്ന ദിമാങ്കികളുണ്ട്. ആ ദിമാങ്കികൾ ആണ് ഇപ്പം പാറ്റ സമരത്തിന്റെ പിന്നിലും ഇപ്പോഴത്തെ സമരത്തിന്റെ പിന്നിലും നിൽക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സമരത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. സമരത്തിന്റെ അവസ്ഥയിൽ എത്തണ്ട. ആദ്യം സമരം നടത്തിയല്ലോ. ഇനി എപ്പോൾ വേണേലും ഇതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കാം. കാരണം ഇന്ത്യയിലെ യുവാക്കൾ അസ്വസ്ഥരാണ് എന്നുള്ളതൊരു സത്യമാണ്. അതെന്തിനാ അസ്വസ്ഥരായി എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇന്ത്യയിൽ ഇത്രയും വലിയൊരു രാജ്യം, ഈ രാജ്യത്ത് ഈ കെട്ടകാലത്ത് പോലും 7.8% GDP ഗ്രോത്ത് ഉണ്ട്. അത് അമേരിക്കയ്ക്കില്ല, ചൈനയ്ക്കില്ല, റഷ്യക്കില്ല, യൂറോപ്യൻ യൂണിയൻ ഇല്ല. ആ സമയത്തും ഇന്ത്യക്ക് ഇത്രയും GDP ഗ്രോത്ത് ഉള്ളപ്പം അതിനെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെല്ലാം കുഴപ്പത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരാണ് ഞങ്ങൾ അരാഷ്ട്രീയവാദികളായിരിക്കാം, അപ്പോൾ രാഷ്ട്രീയമുള്ളവർ അല്ലായിരിക്കാം. പക്ഷെ അങ്ങനെ വന്നാലും ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഞങ്ങൾക്കെതിരാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ട് യുവാക്കൾ സോഷ്യൽ മീഡിയയിൽ സംഘടിതരാവുകയാണ്. അപ്പോൾ അവർക്കൊരു വാക്ക് കിട്ടുന്നു, ദിമാഗി നക്സൽ എന്നുള്ള വാക്ക്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദിമാഗി നക്സലുകളാണ് എന്നുള്ള അലങ്കാരം അവർ സ്വയം എടുത്തണിയുകയാണ്. അല്ല, ഇതിനൊരു കാര്യമുണ്ട്. നമ്മൾ
ഒരു കാര്യം മറക്കരുത്, ഇന്ത്യയിൽ എല്ലാവരും നീറ്റ് പരീക്ഷയിൽ എഴുതി അതിൽ നിന്ന് ഉന്നത മാർക്ക് കിട്ടിയവരെ എല്ലാ ഡോക്ടറും എഞ്ചിനീയറും അല്ലെങ്കിൽ പ്രൊഫഷണൽസും ആയിട്ട് എടുക്കുന്നത്. അതിൽ 50% പേർക്ക് 1 കോടി 1.5 കോടിയും 2 കോടിയും കൊടുക്കുന്നത് വെച്ചിട്ടാണ്. ഇതൊക്കെ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അസമത്വങ്ങൾ മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് അവരുടെ പ്രക്ഷോഭം. അപ്പോൾ ഈ പ്രക്ഷോഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ അസ്വസ്ഥരാണ്. കാരണം അവരൊന്നിച്ച് പരീക്ഷ എഴുതുന്നു, കാശുള്ളവൻ ഡോക്ടറാകുന്നു, പരീക്ഷയിൽ റാങ്ക് വന്ന എനിക്ക് ഈ നീറ്റ് പരീക്ഷ നീറ്റായി നടത്തിയാലും ഇവിടെ പ്രശ്നങ്ങൾ. മോഹൻ വർഗീസ്, പ്രധാനമന്ത്രിയുടെ പരാമർശം ഒരു ഒളിയമ്പാണെന്ന് യുവാക്കൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൂടിയാണല്ലോ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഒളിയമ്പായിട്ട് ഇനി ഒരുപാട് വരും. അമിത്ഷായും മോദിയും സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും അവർ പറയുന്നത് മുഴുവൻ ഇത്തരത്തിൽ തിരിച്ചടിക്കും. ശരി, ശ്രീ മോഹൻ വർഗീസ്, അതിന് യാതൊരു കേന്ദ്ര സർക്കാർ ഒരു തിരിച്ചടിയാണോ ഇത്? അത് മറ്റൊരു കാര്യമുണ്ടായിരുന്നു കേട്ടോ, പ്രതിപക്ഷം ദുർബലമാകുവാനും കാരണമായിരുന്നു ഇത്തരത്തിലുള്ള കൂട്ടായ്മ CJP. ഒറ്റ കാരണമാണ് ഇത് വന്നത്, അല്ലെങ്കിൽ വേറെ ഒന്നും പോകേണ്ട കാര്യമില്ല. ശരി, ശ്രീ മോഹൻ വർഗീസ്. യഥാർത്ഥത്തിൽ ഇതിനെ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഇപ്പം നമ്മളൊരു ഒരു ഒരു സർക്കാരിനെതിരെയുള്ള നീക്കമായി യുവജനങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അവർ സർക്കാസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ പറയും. അവർ ചിലപ്പോൾ വിമർശനാത്മകമായിട്ട് പറയും, തെരുവിലിറങ്ങും, പ്രതിഷേധിക്കും. അവരാണ് ഭാരതത്തിൻ്റെ ഭാവി. നമുക്ക് നോക്കൂ, ശ്രീ വേണുഗോപാൽ പറഞ്ഞല്ലോ, നമ്മുടെ പിന്നെ വളർച്ചാ നിരക്ക് 7% താഴാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യക്കൊരു ഇടമുണ്ടായിരിക്കുന്നു ലോക രാഷ്ട്രീയത്തിൽ. ശരിയാണ്, അത് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ്. അത് നമ്മുടെ യുവജനങ്ങളാണ്. ഇന്ത്യ ഈസ് സ്റ്റിൽ യങ് പീപ്പിൾസ് കൺട്രി. അതാണ് ഭാരതം. അവിടെയാണ് വെടിവെക്കാനായിട്ട് വിദേശ ശക്തികളടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. വിദേശ ശക്തികളെന്ന് നാഴികക്ക് 40 വട്ടം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ആരെയാണ് നമ്മൾ പ്രതികൂട്ടിലാക്കുന്നത്? ഇന്ത്യയിലെ യുവശക്തിയാണ്. ആ യുവശക്തിയെ കവർ ചെയ്യാണ്, മറ്റവരെ ഇവരെ വെച്ച് കവർ ചെയ്യാണ്. അതായത് വിദേശ ശക്തികളെ സ്വദേശത്തുള്ളവരെ വെച്ച് കവർ ചെയ്യാണ്. ഇപ്പൊ നമ്മള് രാജ്യദ്രോഹി എന്ന് പറയാൻ പാടില്ല. എലിയെ തോൽപ്പിക്കാൻ രാജ്യദ്രോഹി എന്ന് പറയുന്നതാണ് കുറ്റം, അല്ലാതെ രാജ്യദ്രോഹം അവർ ചെയ്യുന്നത് കുറ്റമല്ല. ഇത് ഓരോന്നും കവർ ചെയ്യണം. ഡെമോക്രസിയിൽ എന്തും ഇവരെ എങ്ങനെ രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റും? കുട്ടികളെ അല്ല ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. കാരണം ഇത് ഒരു പ്രക്ഷോഭവും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത്, ഇന്ത്യ എന്നല്ല, ഇനി ബർമയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിൽ പോലും ഒരു പ്രക്ഷോഭവും ഒരു സ്പിരിറ്റ്, അതിനൊരു പിന്നിൽ ഒരു ആശയം, അതിൻ്റെ പിന്നിൽ ഒരു ടീം, അതിൻ്റെ പിന്നിൽ ഒരു പണ സാധ്യത ഇല്ലാതെ ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് വെച്ച് അവരെ കൊണ്ടുവരുന്നത്, ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് ആര്? അതിനകത്ത് ഒരുപാട് കുട്ടികളുണ്ട്, നിഷ്കളങ്കരായ കുട്ടികളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നുള്ളവർക്കും ഇതേ അഭിപ്രായമുണ്ട്. പക്ഷേ അതല്ല പ്രശ്നം. ആ പ്രശ്നം എങ്ങനെ, കാരണം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ 10 വയസ്സുള്ള കുട്ടിക്ക് ഇന്നിപ്പോൾ 22 വയസ്സായി. അപ്പോൾ ആ കുട്ടി അറിയുന്നില്ല ഈ ഇന്ത്യയിൽ 10 വയസ്സ് സമയത്ത് അവന് ഇന്ത്യ എന്തായിരുന്നു, ഇന്ത്യ എങ്ങനെയാണ് ഇരുന്നത്, ഇവിടെ എത്ര ബോംബ് പൊട്ടിയിരുന്നു, ഇവിടെ എത്ര പേര് മരിച്ചിരുന്നു, ഇവിടെ എത്ര ഡിവിസീവ് ഫോഴ്സസ് ഉണ്ടായിരുന്നു. ഇതൊന്നും അവരറിയുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ കൊച്ചാക്കലല്ല, അവരുടെ ആ അത്തരത്തിലുള്ള വീക്ഷണത്തെ യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു വിഭാഗം നിൽപ്പുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു വിഭാഗത്തിന് പൂർണ്ണമായും ലൈസൻസ് കൊടുക്കാനുള്ള ഒരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാന കാരണം FCRA തന്നെയാണ്. 22,000 കോടി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതല്ല, ഇന്ത്യയിൽ വരുന്നത് 70,000 കോടിയാണെന്നാണ്. 70,000. ശ്രീ മോഹൻ വർഗീസ്, തുടക്കം മുതൽ തന്നെ ശ്രീ MS വേണുഗോപാൽ FCRAയുടെ കാര്യം പറയുന്നുണ്ട്. വിദേശ ഫണ്ടുകളിൽ നിയന്ത്രണം വരുന്ന ആ ബില്ല് അത് പാസ്സായിട്ടില്ല. അത് പാസ്സാക്കാൻ കഴിയുന്ന സമ്മതിക്കില്ല. ആ സമയത്താണ് ഇതിന്റെ എല്ലാത്തിനും തുടക്കമെന്നാണ് അദ്ദേഹം പറയുന്നത്. പറഞ്ഞോട്ടെ. അപ്പം അതായത് ഈ പറയുന്നത് ഇതിനെ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആംഗിളിൽ മാത്രം കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അതിനെ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ മെലോ ഡൗൺ ചെയ്ത് ഒന്ന് നോക്കൂ. BJP രാഹുൽ പറഞ്ഞു RSS അല്ലല്ല, മോഹൻ ഭാഗവത് പോലും ഇക്കാര്യത്തിൽ ജൻസിയെ കേൾക്കണമെന്ന് പറഞ്ഞ ആളാണ്. മോഹൻ ഭാഗവത് പറഞ്ഞത് ശരിയായ നിലപാടാണ്. അത് RSSന്റെ സർസംഘചാലക് പറഞ്ഞു. ആ മൂഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ക്രാന്തദർശിത്വത്തോടു കൂടി കണ്ടു. അത് RSSന് ചീഫ് പറഞ്ഞതുകൊണ്ട് അത് സംഘപരിവാർ കാഴ്ചപ്പാടാണ് എന്നല്ല കരുതേണ്ടത്. ആര് പറഞ്ഞു എന്നതല്ല, എന്താണ് മാറി വരുന്ന ട്രെൻഡ്, മാറി വരുന്ന രാജ്യത്തിൻ്റെ തുടിപ്പുകൾ എന്താണ്, ഇത് മനസ്സിലാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി, അത് ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ, പരാജയപ്പെട്ടാൽ ആ കഷ്ടമെന്നേ പറയാനുള്ളൂ. അവിടെയാണ് മാറി വരുന്നൊരു ട്രെൻഡാണിത്. പരമ്പരാഗത മാർഗങ്ങൾ, പ്രതിഷേധത്തിന് പോലും പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പോൾ പുതിയ മാർഗങ്ങളിൽ യുവജനങ്ങൾ പ്രതിഷേധിക്കുന്നു. അവരൊരു ആ രീതിയിൽ
സാമ്പ്രദായിക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവർ പ്രതിഷേധിക്കാൻ തെരുവിലിറങ്ങുമ്പോൾ അത് തങ്ങൾക്കെതിരെയാണ്, സിംഹാസനങ്ങൾ ഇളകുന്നു എന്ന ഒരു ഭയാശങ്കയിൽ നിന്നുകൊണ്ടാണ് ക്യാപ്സ്യൂളുകൾ ഉണ്ടാകുന്നത്. വളരെ എളുപ്പമാണ് ശ്രീ മഞ്ജുഷ് ഇത് പറയാൻ. വളരെ ജനാധിപത്യത്തിൽ ആര് സിംഹാസനം ഇളക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് വളരെ പ്രധാനമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എതിർക്കുന്നതെങ്കിൽ ഇളക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ യാതൊരു ഏകീകരണവും ഇല്ലാത്ത ഒരു ടീം വന്ന് ഇന്ത്യയെ ഇളക്കുമ്പോൾ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് 560 അല്ല അതിനേക്കാൾ ഛിന്ന ഭിന്നമാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് പണ്ട് മുതലുള്ള അനുഭവത്തിൽ നിന്ന്, ഗാന്ധിജിയും നെഹ്റുവും നേതാജിയും അടക്കമുള്ളവർ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് പോലും നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ പറയുന്നു ഒന്ന് പറഞ്ഞോട്ടെ, എന്നൊന്ന് വിശദീകരിച്ചോട്ടെ, ഇടയ്ക്ക് തടസ്സപ്പെടുത്തരുത്. ഇപ്പോൾ ഇതായത് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം, കാതലായ വിഷയം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്നൊരു വിഷയമാണ്. ദേശീയത എന്ന് പറയുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ആയുധമല്ല, ഒരു ടൂളല്ല, ഒരു വിഷയമല്ല. അത് കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഈ കുട്ടികൾ ഉപയോഗിക്കുന്നവരുണ്ട്. തീർച്ചയായും ദേശവിരുദ്ധ ശക്തികൾ ഇവിടെ അവസരത്തിലും അനവസരത്തിലും ദേശവിരുദ്ധ ശക്തികൾ കൃത്യമായി ആരാണ്? ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ട്, 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രിയുണ്ട്. ദേശവിരുദ്ധ ശക്തികൾ കയറിയാൽ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഈ മന്ത്രിസഭയിലെ ഘടാഘടിയന്മാരായ ആളുകൾ ഉണ്ട്, ഈ ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്. അവരുടെ പരാജയമാണെന്ന് കൂടി സമ്മതിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല. രാജ്യവിരുദ്ധ ശക്തികൾ കയറുന്നു എന്നത് എല്ലാ കാലത്തും ഏകാധിപത്യ ഘടനകൾ അതാണ് നോക്കേണ്ടത്. ഏകാധിപത്യ ഘടനകൾ, രാജ്യവിരുദ്ധ ശക്തികൾ തങ്ങളെ ശിഥിലപ്പെടുത്താൻ നോക്കുന്നു. ഇതാ യഹൂദന്മാർ, ജൂതന്മാർ, ഹിറ്റ്ലറുടെ ഒരു വാക്കാണ് ജൂതന്മാർ. ഇതാ ജർമ്മനിയെ അസ്ഥിരപ്പെടുത്താൻ പോകുന്നു, ജർമ്മനിയെ മറ്റ് രാജ്യങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ പോകുന്നു. അവർക്ക് രാജ്യസ്നേഹം. ഇതാണ് ഇവിടെ ജനാധിപത്യത്തെ രാജ്യത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയുമാണോ താങ്കൾ ഇങ്ങനെ കാണുന്നത്? ഭരണകൂടത്തിനെയാണോ കാണുന്നത്? നിതിൻ നബീന്റെ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടായ സാഹചര്യത്തിൽ പോലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ ഒരു ഡെമോക്രസി ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന നിതിൻ നബീന്റെ മണ്ഡലത്തിൽ അല്ല, ആ താരതമ്യം എങ്ങനെയാന്ന് വെച്ചാൽ വോട്ട് ചോരി എന്നാണല്ലോ പറയുന്നത്. വോട്ട് ചോരിയാണ്, വോട്ടിംഗ് മെഷീനിലെ കളിയാണ് ഈ BJP ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഒരു മണ്ഡലത്തിൽ നിതിൻ നബീനെ പോലെ ദേശീയ നേതാവായിരിക്കുന്ന ഒരാളുടെ മണ്ഡലത്തിൽ ഒരു വോട്ട് ചോരി നടത്താൻ എന്താ പാട്? ഇവിടെ എത്രയെല്ലാം പറഞ്ഞാലും ഇവിടെ ഒരു മൈൻഡ് ഷിഫ്റ്റ് നടന്നു. യങ് പീപ്പിളിന്റെ ഇടയിൽ മാറിയ ചിന്താഗതിയുണ്ട്. അതിനെ ഉടനെ BJP വിരുദ്ധതയാണ്, കോൺഗ്രസ് വിരുദ്ധതയാണ് എന്നല്ല പറയേണ്ടത്. അവരെ അല്ല പറയുന്നത് സാറേ, ഇത് അവരെ ആക്കുകയാണ്. ഇതിപ്പോ രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ എന്നെയാണെന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? പിള്ളേരെ രാജ്യദ്രോഹിയാക്കി കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ഒന്നുകൂടെ കത്തും. ഇന്ത്യ കത്തിക്കവര്. അതാണ് ഇവിടെ നടക്കുന്ന ശ്രമം. സാർ ഉൾപ്പെടെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് വിദേശ രാജ്യത്തുനിന്നും സ്വദേശത്തു നിന്നുള്ള, അതായത് ഇന്ത്യയിലെ ഇന്ത്യക്കാരൻ ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുന്ന ഒരു നീക്കം ഉണ്ടായാലേ ഇന്ത്യയെ തകർക്കാൻ കഴിയുമെന്ന് പഠിച്ചവരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ പിള്ളേരെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കുക, പിള്ളേരെ വിദേശ ഫണ്ടിന്റെ ഏജൻസികളായിട്ട് ചിത്രീകരിക്കുക. ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ അതാണ് കൊണ്ടുവരുന്നത്. ഞാൻ ആരാണെന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് അല്ല. കുട്ടികളെ അങ്ങനെ പറയരുത്. ഞാൻ പറയാം, FCRA ഫണ്ട് ഉപയോഗിച്ച് 33,000 സംഘടനകൾ ഈ ഇന്ത്യയിൽ വിലസിക്കൊണ്ടിരുന്നു. അവർക്ക് 22,000 കോടി രൂപ ഔദ്യോഗികമായിട്ടും 70,000 കോടി വരെ അനൗദ്യോഗികമായിട്ടും കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിൽ പിടി വീണിരിക്കുന്നു. ഈ കോടികൾ നല്ല കാര്യത്തിനിടയിൽ ഉണ്ടാക്കാനായിട്ട് വലിയ പ്രക്ഷോഭം. അതായത് ആ വിദേശ ഫണ്ട് ആർക്കാണോ കിട്ടിയിരുന്നത് അവർക്ക് കിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ കുട്ടികളെ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്. അവരിൽ ഒരു വലിയ വിഭാഗം, അതായത് ഒരു വ്യക്തിക്ക് കാശ് കിട്ടുന്നവരെ എനിക്കറിയാം. ഒരു വ്യക്തി, ആ വ്യക്തി മാത്രം വിദേശ ഫണ്ട് ഉപയോഗിച്ച് തന്റെയും തന്റെ കുടുംബത്തിന്റെയും വിദേശ യാത്രയും മറ്റു കാര്യങ്ങളും, പിന്നെ പേരിന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടും. അവർക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാകുന്നു. ഇപ്പോൾ ദിമാഗി നക്സൽ എന്നുള്ള പ്രയോഗം പ്രധാനമന്ത്രി ഉണ്ടായ ഉടനെ തന്നെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമപ്പെടുന്നതിന് പിന്നിൽ ഇവരാണെന്നൊക്കെ പറയുമ്പോൾ കിരൺ റിജ്ജു പറഞ്ഞാലും ഉണ്ടാവും, ചന്ദ്രശേഖർ പറഞ്ഞാലും ഉണ്ടാവും. ശരി, രാഹുൽ എന്താണ് മഞ്ജുഷേ, എല്ലാവർക്കും അവസരം കൊടുക്കും. 1, 2, എന്ത് വലിയ കള്ളമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. 70,000 കോടി അനൌദ്യോഗികമായി വരുന്നു. പിന്നെ അജിത് ഡോവൽ എന്തിനാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്? എന്തിനാണ് അമിത്ഷാ ജീവിച്ചിരിക്കുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഇവരുടെ പണി എന്താ? അതായത് ഔദ്യോഗികമായി നമ്മുടെ കണക്കെന്ന് പറഞ്ഞാൽ 22,000 കോടിയോളം രൂപയാണ്.
ഈ 22,000 കോടി രൂപ അല്ല 70,000 കോടി എന്നാണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. കൃത്യം പറഞ്ഞാൽ 22,963 കോടി രൂപയാണ് 16,200 ആക്റ്റീവ് FCRA അസോസിയേഷനിൽ നിന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ അത് 70,000 കോടി ഉണ്ടെങ്കിൽ പിന്നെ അമിത്ഷയും അജിത് ഡോവലും ഒക്കെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അതൊന്നുമല്ല, ഇത് യഥാ സാറേ അങ്ങനെ ഭരണഘടന ദൂരെ കളയാൻ നോക്കുന്നത് അത് പറയുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഇവരിവിടെ നിൽക്കുന്നതെന്നാ ചോദിക്കുന്നത്. അതാണ് എനിക്ക് പറയാൻ മനസ്സിലാകാത്തത്. അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും ഈ പറഞ്ഞ പണം വരാതിരിക്കാനായി ചില നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വരുമ്പോൾ ഇവരെന്തിനായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലീസ് ശക്തമായി ഇടപെടുമ്പോൾ പോലീസ് രാഹുൽ പറയട്ടെ അപ്പം ബാക്കിയുള്ളവരുടെ സമയത്ത് കയറി സംസാരിക്കരുത്. വളരെ 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 രാഹുൽ പറയട്ടെ അദ്ദേഹത്തിന്റെ വാദം പറയട്ടെ. ബ്രിട്ടീഷുകാർക്ക് മാറപ്പടി അവരുടെ സ്റ്റേനാക്കിയും ചെരുപ്പാക്കിയും ഇന്ത്യ നേപ്പാളിലെ ഹിന്ദു രാജ്യത്തിന്റെ കീഴിലാണോ എന്ന് പറഞ്ഞ് തീവ്ര ഹിന്ദുത്വവാദികൾ അവർ തീർച്ചയായിട്ടും ഭരണഘടന അട്ടിമറിക്കാൻ നോക്കുന്നുണ്ട്. അവസരം കിട്ടിയ അവർ ചെയ്യുകയും ചെയ്യും. കാണാൻ പുരോഗമിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞെന്ന് അറിയാമോ? അയാൾക്കെതിരെ BJP ഇരിക്കുമ്പോൾ എന്നെ സാക്ഷിയിട്ടുണ്ട്. ഇസ്രായേലിനോട് ചേർന്ന് നേപ്പാളിൽ മറ്റൊരു ഹിന്ദു രാഷ്ട്രം വേറൊരു കൊടി കൊണ്ട് ഉണ്ടാക്കാൻ നോക്കിയെന്ന്. അങ്ങനെ തീവ്രവാദികളുണ്ട്. ഹിന്ദുത്വ തീവ്രവാദികളെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു പക്ഷത്തെ മാത്രം മാറ്റി നിർത്തി അവരെല്ലാം രാജ്യദ്രോഹികളാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ത്യയിൽ ആ രീതിയിൽ MEA പറയുന്നത്, അതായത് MEA CJP പാർട്ടിയുടെ കാര്യത്തിൽ കൃത്യമായി പറയുന്നത് അവർക്ക് അങ്ങനെ വിദേശ ഫണ്ട് ലഭിച്ച യാതൊരു ഇൻഫർമേഷൻ ഞങ്ങളുടെ ഇല്ല എന്നാണ്. 2, വേണുഗോപാൽ സാറിന് പറ്റുന്ന തെറ്റെന്താ അറിയാമോ? BJP ആണ് ഇന്ത്യ എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. BJPക്കെതിരെ ഒരു ആരോപണമോ മൂവോ വന്നാൽ അത് ഇന്ത്യക്കെതിരെയാണ്. ഇത് BJPക്കാർക്ക് മാത്രമല്ല, പണ്ട് കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഇന്ത്യയാണ് ഇന്ദിരാഗാന്ധി എന്ന് തെറ്റിദ്ധരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ ആരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ മുഴുവൻ വിദേശകരങ്ങളാണെന്ന് പറയും. അതൊക്കെ ബാലിശമായ ആർഗ്യുമെന്റ് ആണ്. നമ്മുടെ ജെൻസി അതൊക്കെ കേട്ട് ചിരിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ജെൻസികളെ പ്രക്ഷോഭം നയിച്ചത്. ഇനി 2 ജെൻസികൾ പറയാ, അവർക്ക് സ്വന്തമായി ബോധവും വിവരമൊന്നുമില്ലേ? അവർ അതിശക്തമായി പോരാടി ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാനൊക്കെ രാജിവെക്കേണ്ടി വന്നത്. ആ ജെൻസിയെ RSS പോലും ബഹുമാനത്തോടെ കാണുന്നു, മോദിജി ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്നത് വളരെ മോശമായി കാണിക്കുകയാണ്. 2 FCRA 2000 വർഷങ്ങളായി നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മളോടൊപ്പം ഉണ്ട്. അതായത് പരിശുദ്ധ പാപ്പസി അല്ലെങ്കിൽ വത്തിക്കാനും റോമും ഉണ്ടാകുന്നതിന് 400 വർഷം മുമ്പ് മുതൽ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ കൂടെ ഉണ്ട്. ലോകത്തിലെ ആദ്യ ഓർഗനൈസ്ഡ് ക്രിസ്ത്യൻ സഭ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലാണ് ഒരുപക്ഷെ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന സേവനങ്ങൾ കാരണമാണ് നല്ലൊരു ശതമാനം ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്കൂളിൽ പഠിച്ചത്. കേരളത്തിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. ചാവരപ്പിതാവ് ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ ഹിന്ദു നവോത്ഥാന നായന്മാർ വരെ ഉണ്ടായത്. ആദ്യത്തെ സംസ്കൃത സ്കൂൾ തുറക്കുന്ന ചാവരപ്പിതാവാ. ഈ നാട്ടിൽ ഇത്രയധികം സേവനം, ഇത് മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ പോലും അവർ സേവനം ചെയ്യുന്നുണ്ട്. 1-2 പോയിന്റുകളിൽ വേണമെങ്കിൽ ആശയ വ്യത്യാസം പറയാം, ഉദാഹരണം മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ. പക്ഷെ ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന സേവനങ്ങളെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ മുസ്ലിം സമൂഹത്തെ ലവ് ജിഹാദ് ഉപയോഗിച്ച് മുൾമുനയിൽ നിർത്തുന്നത് പോലെ FCRA ഉപയോഗിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ മുൾമുനയിൽ നിർത്താൻ നോക്കുക. എന്നിട്ട് ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം രാജ്യദ്രോഹികളാണെന്ന് പറയുക. ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. BJP അല്ല ഇന്ത്യ, കോൺഗ്രസ് അല്ല ഇന്ത്യ, മോദി അല്ല ഇന്ത്യ, ഇന്ദിരാഗാന്ധി അല്ല ഇന്ത്യ, മഹാത്മാഗാന്ധി പോലുമല്ല ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ വ്യത്യസ്ത ധാരകളാണിവർ. ഈ ധാരകൾക്ക് അനുകൂലമായിട്ടും എതിരായിട്ടും ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. നേരത്തെ കേഴ്സൺ പ്രഭു പറയുന്നുണ്ടായിരുന്നല്ലോ, കേഴ്സൺ പ്രഭു ഇന്ത്യക്കാരെ വിഭജിക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യക്കാരെല്ലാം മഹാത്മാഗാന്ധിയോടൊപ്പമാണ് നിന്നത്. പക്ഷേ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീവ്ര ഹിന്ദുത്വവാദികളും ഗോഡ്സെയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ സ്പേസിൽ നിന്ന് കള്ളം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പകരം നമ്മുടെ നാട്ടിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബഹുമാനത്തോടെ കാണുക, എൻഗേജ് ചെയ്യുക. മോഹൻ ഭഗവത്ജി അതല്ലേ ചെയ്യുന്നത്, മോദിജി അതല്ലേ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് TG മോഹൻദാസ് അടക്കമുള്ള ആൾക്കാർക്ക്, വേണുഗോപാൽ സാർ അടക്കമുള്ള ആൾക്കാർക്ക് ഈ തീവ്ര വലതിൽ നിന്നൊരു പൊസിഷൻ എടുക്കേണ്ട ആവശ്യം? മുഖ്യധാര സംഘടനയായ RSSഉം പ്രധാനമന്ത്രി കുട്ടികളാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതെന്തിനാണ് പറയുന്നത്? അപ്പൊ അതിനകത്ത് വേറെ അജണ്ട ഇല്ലേ? അതായത് രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞാൽ അവര് ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരെതിരാവണം. അതിലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജ്യദ്രോഹികൾ എന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഈ കുട്ടികളെ മുഴുവൻ രാജ്യദ്രോഹി. ഇപ്പൊ മോഹൻ വർഗീസ് സാറും അത് പറഞ്ഞു, കുട്ടികളെ അങ്ങനെ കാണരുത്, അവരുടെ ബുദ്ധിയെ അങ്ങനെ പരീക്ഷിക്കരുത്. അതല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നറേറ്റീവ് നിങ്ങൾക്കുണ്ടാക്കാം, മറ്റാർക്കും അഭിപ്രായം പറഞ്ഞാൽ അത് നറേറ്റീവായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കുകയും വേണം. ഇത് രണ്ട് ശരിയല്ല. നിങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ടാക്കാം. ആര് സമരം ചെയ്യുന്നു അവരെല്ലാം ദേശഭക്തര്. ആര് ഇന്ത്യക്ക് നിർത്തുക, രണ്ടുപേരും നിർത്തുക. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഈ പേരിൽ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരാകുമ്പോൾ ഈ പാറ്റകളുടെ പേരായതുകൊണ്ട് അതിന് ഒരു പരിഹാസ അർത്ഥത്തിലേക്ക് പോയിരുന്നു. പക്ഷെ ഇവിടെ നക്സൽ എന്നുള്ള പേര് ഉപയോഗിച്ചിരിക്കുകയാണ്. അതിനെന്താണ് കുഴപ്പം?
നക്സൽ ബാരി എന്നത് പശ്ചിമ ബംഗാളിലെ ഒരു പ്രദേശമല്ലേ? അവിടെ ഉണ്ടായ ഒരു മൂവ്മെൻറ്റ് നക്സലൈറ്റ്സ് എന്ന് വിളിച്ചു. അത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ, ആയുധമെടുത്ത് ഭരണഘടനയെ അംഗീകരിക്കാതെ പോരാടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് നിരോധിക്കപ്പെട്ടു. അതല്ലേ ന്യായം? പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരികയാണ്. അത് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഈ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടവർ ആയുധമെടുത്തിട്ടില്ല, അവർ ആവിഷ്കരിച്ചിട്ടേ ഉള്ളൂ. അവർ സർക്കാസമാണ്. ഈ സർക്കാസമൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയവിശാലത ഉണ്ടാവണ്ടേ? ഉടനെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഡിബേറ്റ് ഉണ്ടാവില്ലല്ലോ. പണ്ട് കാലത്ത് മഞ്ജുഷ്, രാജഭരണം, ഉഗ്രമായ രാജഭരണം ഉണ്ടായിരുന്ന കാലം മുതൽ ഈ രാജാവിനെതിരെ നീങ്ങുമെന്ന്, നാളകളിൽ നീങ്ങും എന്ന് ചിന്തിക്കുന്നവരെ രാജ്യദ്രോഹികളാണ്, അവർ രാജാവിനല്ല രാജ്യത്തിനെതിരാണ് എന്ന് ചാപ്പ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ എളുപ്പമാണ്. കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരും അങ്ങനെ ഇപ്പോൾ BJP-യുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ പോലും രാജ്യദ്രോഹികൾ എന്ന വിശേഷണത്തിലേക്ക് വന്നില്ല. കാരണം ആദ്യ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് വലിയ BJP എന്ന പാർട്ടി ഒരുപാട് അധ്വാനിച്ചു. കാരണം ഒരു ഇന്ത്യ ഒരുമിച്ച് നിർത്താൻ, ദേശീയത മുന്നോട്ട് കൊണ്ടുവരാൻ പോസിറ്റീവായി ചെയ്തൊരു കാര്യമാണ്. അതിന് ഈ രാജാവിനേക്കാൾ രാജഭക്തിയുള്ള ചിലരുണ്ട്. അവർ പറയുകയാണ്, ഇല്ല, എന്ത് മാറ്റം വന്നാലും, എന്ത് മുദ്രാവാക്യം ഇവിടെ മുഴങ്ങിയാലും, ആസാദി എന്ന മുദ്രാവാക്യം മുഴങ്ങിയാലും അതിൽ രാജ്യവിരുദ്ധതയുണ്ട്. ആസാദി എന്ന് പറയുന്നത് എവിടെയാണ് രാജ്യവിരുദ്ധത? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിദേശ ശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നല്ല, ആഭ്യന്തരമായ അടിച്ചമർത്തലുകളിൽ നിന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ രാജ്യദ്രോഹമാകും? അത് മാത്രമല്ല, ഇവിടെ പലർക്കും ഒരു ധാരണയുണ്ട്, പാർട്ടികളാണ്, പൊളിറ്റിക്കൽ പാർട്ടീസാണ് ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല്. അല്ല, ഞാൻ രാഷ്ട്രീയ വിമർശനം പഠിപ്പിക്കുന്ന ആളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്, സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് പൊളിറ്റിക്കൽ പ്രക്രിയയാണ്. ഈ ഭവനത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ എവറി ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ അഭിപ്രായം പറയാനാവൂ, രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ സംഘടിക്കാനാവൂ, മറ്റ് ഗ്രൂപ്പുകൾക്ക് സംഘടിക്കാനാവില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാവണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാറി നിൽക്കാനും കഴിയില്ല. കാരണം CJP ആദ്യം പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ചില്ലായിരുന്നുവല്ലോ. കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട് എന്ന് പറയുന്നത് ഇത് BJP-യുടെ B ടീമാണ് എന്നായിരുന്നു. BJP തന്നെയാണ് ഈ CJP ഉണ്ടാക്കിയിരിക്കുന്നത് എന്നായിരുന്നു. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പ്രതിപക്ഷ പാർട്ടികളും തുടക്കത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ? അവരോടൊപ്പമാണ് എന്നുള്ള സന്ദേശം നൽകുകയാണ്. അതെ ശ്രീ മഞ്ജുഷ്, ഇതിൽ നഷ്ടമുണ്ടാകാൻ കൂടുതൽ സാധ്യത പ്രതിപക്ഷത്തിന് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിനെതിരെയുള്ള വികാരം ആളിക്കത്തിച്ചുകൊണ്ട് നേട്ടമുണ്ടാകേണ്ടത് അൺഡിവൈഡഡ് ഓപ്പോസിഷനാണ്. അപ്പോൾ ഇതൊന്നും CJP-യോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദിമാംഗി നക്സൽ പാർട്ടിയോ ഒന്നും തന്നെ അവരൊന്നും രാഷ്ട്രീയ കക്ഷികളായിട്ടില്ല, അവരൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. പക്ഷേ ഇവരൊക്കെ പാർട്ടികളാവുകയും മത്സരിക്കുകയും ഒരു പുതിയ ചിന്താധാര, ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് പോലെ ഒരു പുതിയ ധാര വെട്ടിത്തുറന്ന് മുന്നോട്ട് പോയാൽ ഭരണവിരുദ്ധ വികാരം രണ്ടായി ചിതറും. അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗങ്ങളായ, ഈ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സായി വന്ന ഏതാണ്ട് അതേ ആൾക്കാർ തന്നെയായിരിക്കും ഇതിലും ഉണ്ടാവുക. സമാനമായ ആൾക്കാരാണ്, ചിന്താഗതിയാണ്, അതേ യുവാക്കൾ തന്നെ. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. യുവാക്കളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഇവിടെ ഇന്ത്യയിൽ വികസനം ഉണ്ടായിട്ടും യുവാക്കളുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതാണ് മോഹൻ ഭഗവത്ജിയും പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്, പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പ്രൊഫഷണൽ കോഴ്സുകളിലടക്കം ലേക്ക് വരുമ്പോൾ അവിടെ പലതരത്തിൽ ക്യാപിറ്റേഷൻ ഫീ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽപ്പുണ്ട്. അവിടെ ചില ഉച്ചനീചത്വങ്ങൾ പണ്ട് ജാതിയുടെ പേരിലായിരുന്നെങ്കിൽ ഇന്ന് സാമ്പത്തികത്തിൻ്റെ പേരിൽ നടക്കുന്നു. അതിൽ കുട്ടികൾ അസ്വസ്ഥരാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, അതുപയോഗിച്ച് എനിക്ക് എന്തുകൊണ്ട് ഉന്നതയിൽ വരാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. കാരണം ഇന്ത്യയിൽ 65% 35 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ഇവരെ കൈക്കലാക്കുന്ന ചില ശക്തികൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ ആരാണെന്നൊന്ന് സാർ സൂചിപ്പിച്ചാൽ ദിമാഗി നക്സൽ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ പേജ് ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അത് യുവാക്കളുടെ സ്വാഭാവികമായിട്ടുള്ള കൂട്ടായ്മയാണ്. സ്വാഭാവികമായിട്ടുള്ള കൂട്ടായ്മയിൽ എങ്ങനെ നമ്മൾ പാറ്റ സമരത്തിനും കണ്ടതാണ്. സ്വാഭാവികമായ കൂട്ടായ്മയിൽ എങ്ങനെ ആൾക്കൂട്ടം വരുന്നു, ആ ആൾക്കൂട്ടം പെട്ടെന്ന് വിപുലപ്പെടുന്നു, അവർക്ക് ഉറങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ, അവിടെ എത്താൻ
ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ളവ കൊടുത്തുകൊണ്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സാമ്പത്തികം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സാമ്പത്തികം ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനേക്കാൾ വലിയ തോതിൽ ഫണ്ടുകൾ ഒരു നിമിഷം കൊണ്ടാണ്, ഇത് കോക്രോച്ച് ഇത് ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം 1855 തുടങ്ങി 57 തുടങ്ങി പിന്നെ 47 വരെ നീണ്ട സാധനമാണ്. അതിനകത്ത് ആ വിജയത്തിൽ CJPയുടെ വിജയത്തിൽ താങ്കൾ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് CJPയുടെ വിജയത്തിൽ താങ്കൾ അസ്വസ്ഥനാണ്. ഇല്ല, ഒരിക്കലുമില്ല. CJP മാത്രമല്ല, ഇന്ത്യയിലെ യുവാക്കൾക്ക് അടിസ്ഥാനപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ വരുമ്പോൾ താങ്കൾ അതിനെ ആശങ്കയോടെ കാണുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. യുവാക്കളുടെ പ്രശ്നങ്ങളും യുവാക്കളെ കുത്തിത്തിരിപ്പിന് നടക്കുന്നവരുടെ പ്രശ്നങ്ങളും രണ്ടായിട്ട് കാണണം. ആരാണ് ഈ കുത്തിത്തിരിച്ച് ഇത്രയും നേരമായിട്ട് എനിക്കും ശ്രീ രാഹുൽ ഈശ്വരനെ ഒന്നും മനസ്സിലായിരുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. കൃത്യമായി പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. കുത്തിത്തിരിച്ചൊന്ന് മനസ്സിലാക്കാമല്ലോ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഈ PM ശ്രീയിൽ നമ്മുടെ VD സതീശൻ ഒപ്പിടാൻ, അതിനെ അനുകൂലിക്കാനുള്ള യഥാർത്ഥ കാരണം 2000 കോടി കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ 22,000 കോടി ഇന്ത്യയിലെ ചില 10-33,000 വരുന്ന, അതിലിപ്പോൾ 16,000 പകുതി നിർത്തിക്കളഞ്ഞു. കാരണം അവർക്ക് ഫണ്ടില്ലാതെ നിൽക്കാൻ പറ്റും. ആ 16,000-ൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇതിൽ അല്ലാതെയും പണം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് എതിർക്കുന്നതിൽ കഥയില്ല. കാരണം അല്ലാതെ സംഘടനയുടെ പേര് പറയൂ. അതിൽ FCRI വാങ്ങിച്ചുകൊണ്ട് രാജ്യവിരുദ്ധം നടന്ന സാറിന്റെ അറിവിൽ ഏതെങ്കിലും ഒരു സംഘടനയുണ്ടെങ്കിൽ ആ സംഘടനയുടെ പേര് പറഞ്ഞാൽ തീർച്ചയായും അത് വലിയ ഗുണമായിരിക്കും. സർക്കാരിന് ഇടപെടാൻ സാധിക്കും. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുമോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു തരം ഷാഡോ ഫൈറ്റിംഗ് അല്ലേ? അല്ലല്ല, ഇനി ഞാൻ പറഞ്ഞുതരാം. ഞാൻ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ADRന്റെ സ്റ്റേറ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളാണ്. 2019 വരെ ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ നമുക്ക് തന്നുകൊണ്ടാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. ആ മീറ്റിങ്ങിൽ ഞാൻ അവരോട് ചോദിച്ചു, ഈ പണം എങ്ങനെയാണ് വരുന്നത്? അതൊക്കെ നമുക്ക് ഫണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണ്ട. അപ്പോൾ ഇത് ഒരു സംഘടനയാണ്. ADR എന്ന് പറയുന്നത് പൂർണ്ണമായും രാജ്യവിരുദ്ധ സംഘടനയെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചേർന്നത്. കാരണം അവർ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി കേസ് കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനടക്കം 1,000 പേര് 2,000 പേര് വരുന്ന ഒരു മീറ്റിങ്ങിൽ, അത് പിന്നെ ഒരു 3 സ്റ്റാർ to 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് അക്കോമഡേഷൻ. അവിടെയാണ് അവിടെയാണ് ഫ്രീ ടിക്കറ്റ് തരുന്നത്. എന്നിട്ട് ഇത് സംഘടിപ്പിക്കുന്നത് ഇതുപോലെ, ഇത് ഒരെണ്ണം എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇതുപോലെ ആയിരക്കണക്കിന് സംഘടനകൾ സൗജന്യമായി ആൾക്കാർക്ക് പിന്നെ ടിക്കറ്റും ശമ്പളവും 5 സ്റ്റാർ. രാഹുലിന് ജന്തർമന്ദിറിൽ പോകാൻ ടിക്കറ്റ് കിട്ടിയിരുന്നു. രാഹുലിന് കിട്ടിയിരുന്നു ജന്തർമന്ദിറിൽ പോകാൻ ടിക്കറ്റ്. രാഹുൽ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്റെ പണം ഉപയോഗിച്ച് ഞാൻ പഞ്ചാബിൽ നിന്ന് പിന്നെ അവിടുന്ന് പിന്നെ ഡൽഹിയിലേക്കും പോയതാണ് പറഞ്ഞതാണ്. സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ രാജ്യത്ത് സ്വന്തമായി രാജ്യത്തിന്റെ കോസിന് വേണ്ടി പോരാടാൻ റെഡിയായ ഒരുപാട് പേരുണ്ട്. ശബരിമല പ്രക്ഷോഭമാണെങ്കിലും ഇപ്പൊ പരിപാടിക്ക് പോകണമെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ശമ്പളത്തിൽ നിന്ന് മാറ്റി ചെയ്യുന്നവരുണ്ട്. കണ്ണു കാണില്ല, അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. അവരാണല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ മുഴുവൻ പിന്നെ ബാക്കിയുള്ളവരെല്ലാം പോയപ്പം ഇന്ത്യയിൽ മുഴുവൻ സംഘടിപ്പിക്കാനും ആളെ കൂട്ടാനും ഒക്കെ നിന്ന് ഒരുപാട് പേരുണ്ട്. അത് മനസ്സിലാക്കണം. അതിനു മുമ്പ് ലോകം കണ്ടൊരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരം, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നടുവൊടിച്ച ജൂലിന്റെ ക്രൗൺ ഇന്ത്യയെ മോചിപ്പിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യം ചെങ്കിസ്ഖാന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്രാജ്യത്തിനെ ഇല്ലാതാക്കിയ ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന സമരം. അവരെല്ലാം സ്വന്തമായിട്ട് പോരാടിയതാണ്. സുഭാഷ് ചന്ദ്രബോസ് അടക്കം തനിക്ക് കിട്ടിയ ഉയർന്ന പദവികൾ കളഞ്ഞ്, നെഹ്റുജി അടക്കം തനിക്ക് കിട്ടിയ വീടും കാര്യങ്ങളും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഒരുപാട് പേർ ഇടതും വലതും നിൽക്കുന്ന ഒരുപാട് പേർ, അങ്ങനെ ഒരുപാട് പേരുടെ ത്യാഗം കൂടിയാണ്. ഇപ്പൊ അണ്ണാ ഹസാരെ സമരത്തിൽ ഞാൻ പോയിരുന്ന അണ്ണാ ഹസാരെ സമരം കോൺഗ്രസിനെതിരെയായിരുന്നു. ഇൻഎഫക്ട് കോൺഗ്രസ് പോയത്. കാശ് കിട്ടിയിട്ടല്ല പോയത്. പക്ഷേ ആ സമരത്തിന് നമുക്ക് അറിയാം എത്ര പേര് എവിടെ. ഇതിപ്പോ ചിദംബരം പറയുന്നത് അറിയാമോ? ചിദംബരം പോലും പറയാണ് അവിടെ വന്ന വ്യക്തികളെ പരസ്പരം അറിയില്ല, ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. അപ്പൊ അവരെങ്ങനെ കൂടി ആ ഓരോ ഗ്രൂപ്പിനെ ആരോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ചിദംബരത്തിന്റെ വായിന്ന് അബദ്ധത്തിന് വീണതാണ്. അതായത് 100 കണക്കിന് കുട്ടികൾ പലയിടത്ത് അല്ലെങ്കിൽ വ്യക്തികൾ പലയിടത്തു നിന്ന് വരുന്നു.
കുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. ഇപ്പൊ എനിക്ക് പിള്ളേരെ അധിക്ഷേപിച്ചെന്ന് പറയും. അവരെ അല്ല ഞാൻ പറഞ്ഞത്. അതായത് 100 കണക്കിന് വ്യക്തികൾ ഗ്രൂപ്പായിട്ട് അവിടെ എത്തുന്നു. ആ ഗ്രൂപ്പിന് മറ്റേ ഗ്രൂപ്പിനെ അറിയില്ല. അങ്ങനെ ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. ആ ലക്ഷങ്ങൾ സോഷ്യൽ മീഡിയ ആഹ്വാനം. 7 ലക്ഷം അംഗങ്ങളായി. രാഹുൽ ഗാന്ധിക്ക് സോഷ്യൽ മീഡിയയുടെ ആശാനാണ് കെജ്രിവാളിന് ഒരു ആഹ്വാനം ചെയ്താൽ പോരായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ തകരുന്നു എന്ന് പറഞ്ഞ മമതാ ബാനർജിക്ക് ആഹ്വാനം ചെയ്താൽ പോരായിരുന്നു. പ്രതിപക്ഷത്തെ വിശ്വാസമില്ല. അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ പോലെ പ്രതിപക്ഷത്തെയും വിശ്വാസമില്ല യുവാക്കൾക്ക്. അതുകൊണ്ടാണ് അതാണ് പ്രശ്നം. ഇപ്പോ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാനതാ പറഞ്ഞ 1436 സീറ്റിൽ 31 സീറ്റുള്ള ആരും വിശ്വസിക്കുന്നില്ല. അവിടെ വേറെ സാധനങ്ങൾ വരണം. അതാണ് എന്റെ പ്രശ്നം. ഈ ADRന്റെ പ്രധാന ഫണ്ടേഴ്സിലൊന്നും ഇതുപോലുള്ള ഒരു പറയുന്നത് ഫോർഡ് ഫൗണ്ടേഷൻ ആണ്. അന്താരാഷ്ട്ര ലെവലിൽ സോറോസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ സോറോസ് എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ജൂയിഷ് ബില്യനെയർ ആണ്. അയാൾ ഹോളോകാസ്റ്റിന്റെ അപകടങ്ങൾ കണ്ട് തനിക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം ലോകത്തിന്റെ നന്മയ്ക്ക്, അയാൾ വിശ്വസിക്കുന്ന ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. ഇയാളെ വലതുപക്ഷ പാർട്ടികൾ ലോകം മുഴുവൻ ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇനി 2, ഇന്ത്യയിൽ തന്നെ 20,000 കോടിയോളം രൂപ BJP കിട്ടിയില്ലേ നമ്മുടെ ഇലക്ട്രൽ ഫണ്ട് വഴി? എന്താണ് എല്ലാവർക്കും BJPയുടെ ഐഡിയോളജി താല്പര്യം കൊടുത്തതാണോ? ഇനി 2, നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നതിന് കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉണ്ട്. നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് ഉണ്ട്. ഒരു ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ ആശയത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഇവർ പണം മേടിച്ചതാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പറഞ്ഞില്ലേ രാഹുൽ ഇപ്പോഴും അത് തന്നെ പറയുന്നത്. പിള്ളേരെ ഞാൻ അങ്ങനെ രാജ്യദ്രോഹിയാക്കി പറയുന്നത് അങ്ങനെ അല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരും പറയുമ്പോൾ ഇടപെടുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചിട്ട് പിന്നെ എനിക്ക് പറയാൻ മടിയുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു സംഘടനയുടെ ഇതുപോലെ പല സംഘടനകളുണ്ട്. പറയുമ്പോ ഇതിന്റെ പിന്നിൽ FCRA ആണെന്ന് സാറ് പറയുമ്പോൾ സാറ് വ്യംഗ്യാർത്ഥത്തിൽ അതാ സൂചിപ്പിക്കുന്നത്. 2, FCRA ക്രിസ്ത്യാനികൾ അടിക്കാൻ ഒരു വടിയുമായി മാറിയിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പള്ളിക്കൂടം CJPയുടെ കാര്യത്തിൽ ആരാണ് ഫൗണ്ടർ എന്ന കാര്യം വെളിയിൽ വന്നതാണ് കേട്ടോ. അത് തുടക്കത്തിൽ തന്നെ അങ്ങനെ വന്നിരുന്നു. പക്ഷെ ഇവിടെ ഫൗണ്ടർ ആരാണെന്ന് വന്നിട്ടില്ല ഈ പറയുന്ന ദിമാഗി നക്സൽ പാർട്ടിയുടെ കാര്യത്തിൽ. ഇതേപോലത്തുള്ള കൂട്ടായ്മകൾ വരണം. 2, ഞാൻ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായ ദേശീയ നേതൃത്വം BJP നേതാക്കളോടും പറഞ്ഞു, നമ്മുടെ യുവാക്കളുടെ മുമ്പിൽ BJP ഭരണകൂടം തോറ്റ നമ്മുടെ രാജ്യത്തിന്റെ വിജയമാണ്. നാളെ കോൺഗ്രസ്സുകാർ തോറ്റ രാജ്യത്തിന്റെ വിജയമാണ്. യുവാക്കൾ വളർന്നു വരട്ടെ. അവർക്ക് കളരി എടുക്കേണ്ട സ്പേസ് എടുക്കേണ്ടത് നമ്മളല്ലേ? ശശി തരൂരൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും നിലപാടിൽ അവർക്ക് തെറ്റിപ്പോയാൽ അവരെ മെയിൻ സ്ട്രീം ചെയ്യണം, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഇൻഡെപ്തായിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ നക്സലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ വീനവേ ചെയ്യാൻ പലപ്പോഴും ഈ തീവ്ര ലെഫ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നും ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് അടക്കം ഇവരെ കൊണ്ടുവരുന്നുണ്ട്. എന്തിന്? മുമ്പ് കാശ്മീരിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ മാറ്റാനായി നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ഇടപെട്ട് എല്ലാത്തരം റിസോഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ പട്ടാള മേധാവി COAS ആയിരുന്ന, പിന്നീട് BJPയുടെ MP മന്ത്രിയും ഒക്കെ ആയ ഒരു പ്രധാനി ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ വിളക്കി ചേർക്കുന്നതിന് പകരം തീവ്രവാദി എന്നും ജിഹാദി എന്നും രാജ്യദ്രോഹി എന്നും വിളിച്ച് അകറ്റുകയല്ല. ഇവരുടെ ഊർജ്ജം നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വിട്ടുവീഴ്ച. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ദിമാഗി നക്സൽ പാർട്ടിയെ കേന്ദ്രം പേടിക്കണമെന്ന് 61% പ്രേക്ഷകർ, വേണ്ട എന്ന് 37%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.